ഹൃദയക്കൂട്ടിലെ കാവൽക്കാരൻ. രചന മഹൽശ്രീ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. കോളേജ് വരാന്തയിലാകെ ഒരു നിശബ്ദത പടർന്നു. അവിടെ കൂടി നിന്നവിടെയെല്ലാം കണ്ണുകൾ ആ രണ്ടുപേരിലായിരുന്നു. ദേഷ്യം കൊണ്ട് വിറക്കുന്ന ആരാധ്യയും ആളുടെ മുന്നിൽ ഭാവഭേദമില്ലാതെ ഉറച്ച മനസ്സുമായി നിൽക്കുന്ന കാശിനാഥനും. നീ അങ്ങനെ എന്റെ ദേഹത്ത് വന്ന് മുട്ടിയിട്ടൊരു സോറി പോലും പറയാൻ ഞാൻ വിടില്ല കാശി. അതും പറഞ്ഞ് ആൾ അവന്റെ നേരെ തടസ്സമായി നിന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കാശി അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ സൈഡിലേക്ക് മാറ്റി നിർത്തി. അവള് നോക്ക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു. എന്നാൽ പെട്ടെന്നാണ് ആരാധ്യയുടെ ദേഷ്യം കൺട്രോൾ തെറ്റി ആ ഇടനാഴിൽ വീണ്ടും മുഴങ്ങിയത്. നീ അധികം അഹങ്കരിക്കണ്ട, നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്റെ കൈക്ക് കയറി പിടിച്ച നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല കാശി. അവളുടെ വാക്കുകളിലെ ദേഷ്യം കാശിയുടെ ചുണ്ടിലൊരു ചെറിയ പുൻസിരിയാണ് വരുത്തിയത്. അത് കണ്ടപ്പോൾ അവളുടെ നിയന്ത്രണം പാടെ നഷ്ടപ്പെട്ടു. അവൾ അതിനു നേരെ വിരൽ ചൂണ്ടി ആക്രോശിച്ചു. ഈ കോളേജിൽ എന്റെ പിന്നാലെ നടക്കുന്നതിന്റെ ശല്യം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് ആരാധ്യ പത്മനാഭൻ എന്നായിരിക്കില്ല. നോയിക്കോ നീ. അവളുടെ വെല്ലുവിളി കേട്ട് കാശിയൊന്ന് നിന്നു. തിരിഞ്ഞവളിലേക്ക് അല്പം അടുത്തു മാറി നിന്ന് തന്റെ കട്ടിമീശയൊന്ന് പിരിച്ചുകൊണ്ട് അവൾക്ക് നേരെ ഉറച്ച ശബ്ദത്തിൽ തിരിച്ചു വെല്ലുവിളിച്ചു. നീ പോയി ചെയ്യാനുള്ള നേരിട്ട് ചെയ്യടി. അതും പറഞ്ഞ് അവൻ തന്റെ മുണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നു. ആ വാക്കുകൾ കേട്ടതും ആരാധ്യ ഒരു നിമിഷം തരിച്ചു നിന്നു. ചുറ്റും നിന്നവരിൽ നിന്നൊരു അടക്കം പറച്ചിൽ ഉയർന്നു. അപമാനവും ദേഷ്യവും ഇരട്ടിച്ച ആരാധ്യ നേരെ പോയത് പ്രിൻസിപ്പളുടെ റൂമിലേക്കാണ്. അല്പസമയം കഴിഞ്ഞ് കാശിനാഥൻ കൂട്ടുകാരോടൊപ്പം ക്ലാസ് മുറിയിൽ നിൽക്കുമ്പോഴാണ് അമൽ ശ്വാസം കിട്ടാതെ അങ്ങോട്ട് ഓടിയെത്തിയത്. അവന്റെ മുഖത്ത് നല്ല പേടിയുണ്ടായിരുന്നു. എടാ അളിയാ, അവള് നിനക്ക് പണി വന്നിട്ടുണ്ട്. ആ പ്രിൻസ് നിന്നോട് അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, വേഗം ചെല്ല്. അമൽ കാശിയുടെ തോളിൽ പിടിച്ച് പരിഭ്രമത്തോടെ പറഞ്ഞു. പക്ഷേ കാശിയുടെ മുഖത്ത് യാതൊരു ഭയവും ഉണ്ടായിരുന്നില്ല. അവൻ വളരെ ശാന്തനായി കൈകൾ പോക്കറ്റിലിട്ട് പ്രിൻസിപ്പളുടെ റൂമിലേക്ക് നടന്നു. റൂമിലേക്ക് കയറുമ്പോൾ വിചാരണക്ക് കാത്തിരിക്കുന്ന പ്രതിയെ പോലെ ആരാധ്യ അവിടെ നിൽപ്പുണ്ടായിരുന്നു. കാശിയെ കണ്ടതും വിജയിച്ച ഭാഗത്തിൽ അവളുടെ മുഖത്തൊരു സന്തോഷം മിന്നിമറഞ്ഞു. കാശിയാന്നും കാര്യമാക്കാതെ പ്രിൻസിപ്പലിന് മുന്നിൽ പോയി നിന്നു. പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാർ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. ഗൗരവമുള്ള ശബ്ദത്തിൽ അദ്ദേഹം കാശിയെ നോക്കി ചോദിച്ചു. എന്താ കാശിനാഥൻ ഇത്? ആരാധ്യയുടെ കയ്യിൽ നീ കടന്നു പിടിച്ചോ? ആ ചോദ്യം കേട്ടതും മറുത്തൊന്നും പറയാതെ, ആ കുട്ടി പറയുന്നത് സത്യമാണ് സാർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. കാശിയുടെ ആ പെട്ടെന്നുള്ള കുറ്റസമ്മതം കേട്ട് ആരാധ്യ പോലൊന്നും ഞെട്ടി. അപ്പോഴേക്ക് രാധാകൃഷ്ണൻ സാർ രണ്ടുപേരോടുമായി കടുത്ത സ്വരത്തിൽ പറഞ്ഞു. നിങ്ങൾ ഈ ക്യാമ്പസിൽ ഉണ്ടാക്കുന്ന ആദ്യത്തെ വഴക്കല്ലേ ഇത്? കാശിനാഥൻ, നീ ഈ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നിനക്ക് ഈ വർഷം എക്സാം എഴുതണമെന്നുണ്ടോ? ആരാധ്യ, തനിക്ക് ഈ കോളേജിൽ തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? രണ്ടുപേരെയും ഞാൻ 15 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ്. നാളെ മുതൽ കോളേജിൽ കണ്ടുപോരുത്. ഇനിമേൽ നിങ്ങൾ രണ്ടുപേരും ക്യാമ്പസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാൽ പിന്നെ സസ്പെൻഷൻ ആയിരിക്കില്ല. ഞാൻ നിങ്ങളെ ഈ കോളേജിൽ നിന്ന് ഡിസ്മിസ് ചെയ്യും. കേട്ടല്ലോ? ഏറെയ്ക്കോ രണ്ടുപേരും എൻ്റെ റൂമിൽ നിന്ന്. പ്രിൻസിപ്പൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയ ആരാധ്യയുടെ മുഖത്ത് ആ വിജയഭാവമെല്ലാം മാഞ്ഞുപോയിരുന്നു. കാശിയെ കൊടുക്കാൻ നോക്കി ഒടുവിൽ സ്വയം സസ്പെൻഷൻ വാങ്ങിക്കൂട്ടേണ്ടി വന്നതിന്റെ ദേഷ്യത്തിലായിരുന്നു അവൾ. എങ്കിലും അവളുടെ മനസ്സ് നിറയെ തന്റെ തറവാട്ടിലെ ചിന്തകളായിരുന്നു. ആ വലിയ തറവാട്ടിൽ ഇനി ആ 15 ദിവസം വരെ ഞാൻ എങ്ങനെ കഴിയുന്നതിനെ കുറിച്ചുള്ള ആദ്യമായിരുന്നു അവൾക്ക്. നിറകണ്ണുകളുമായി അവൾ തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ആകാശയുടെ അടുത്തേക്ക് നടന്നു. അവളോട് കോളേജിൽ നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോഴും തന്റെ മനസ്സിനെ വേട്ടയാടുന്ന ആ വലിയ സത്യം മാത്രം തുറന്നു പറയാൻ ആരാധ്യയുടെ മനസ്സാദ്യം അനുവദിച്ചില്ല. തന്റെ ഏട്ടനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതിന്റെ വിഷമത്തിൽ ആകാശ ചോദിച്ചു. ആരും നിനക്കെന്താടി എന്റെ ഏട്ടനോട് ഇത്രയ്ക്ക് ദേഷ്യം? ഏട്ടൻ പാവില്ലേടി? അത് കേട്ടതും ആരാധ്യക്ക് ദേഷ്യം വന്നു. നീ മിണ്ടരുത് ആകാശ, നിന്റെ ഏട്ടൻ കാശി അവൻ ഒരാളാ എല്ലാത്തിനും കാരണം. അവനെന്തിനെങ്കിലും എന്റെ പിന്നാലെ നടക്കുന്നത്? ഞാൻ അവനോട് പലതവണ പറഞ്ഞ എന്റെ പിന്നാലെ നടക്കരുതെന്ന്. എത്ര പറഞ്ഞാലും എന്താ നിന്റെ ഏട്ടന് മനസ്സിലാവാത്തേടി? എന്റെ അച്ഛൻ എന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് അവസ്ഥയില്ലായിരുന്നു ആകാശ. ആരാധ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ആകാശ അവിടെ കൈകൾ പിടിച്ചു. ആരും എന്താടി നിന്റെ പ്രശ്നം? ഒന്നും മതിയാക്ക ആകാശ, എനിക്ക് ഇഷ്ടമല്ല, അത്ര തന്നെ. ആരാധ്യ മുഖം തിരിച്ച് നടക്കാനാഞ്ഞതും ആകാശ അവളെ തടഞ്ഞു. അതോടെ ആരാധ്യയുടെ ഉള്ളിലെ വേദന അണക്കിട്ടുപോലെ പൊട്ടി. അവൾ ആകാശയുടെ തോളിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. എടി, എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഓരോ നിമിഷവും കടന്നു പോകുന്ന നരകതുല്യായ അവസ്ഥ അതൊരിക്കലും നിനക്കോ നിന്റെ ഏട്ടനോ മനസ്സിലാവില്ല. അച്ഛൻ്റെ മരണശേഷം ആ തറവാട്ടിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം. ഒരുപക്ഷെ ഈ 15 ദിവസത്തെ സസ്പെൻഷൻ കാലാവധി കഴിയുന്നവരെ ഞാൻ ആ തറവാട്ടിൽ ജീവനോട് ഉണ്ടാവുന്ന പോലും എനിക്കറിയില്ല. ആകാശം ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ കണ്ണുകൾ വിടർന്നു. എന്തൊക്കെയാരും നീ പറയുന്നത്? എന്താ ഉണ്ടായത്? ആരാധ്യ തന്റെ കണ്ണുനീർ തുടച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ആ കറുത്ത ഓർമ്മകളിലേക്ക് പോയി. പ്രഭാവതിയുടെ റൂമിലെ കളിച്ചിരികൾ കേട്ടാണ് ആരാധ്യ പതി അവിടേക്ക് ചെന്ന്. തന്റെ അച്ഛന്റെ പാർട്ണർ വിനയെ കണ്ടതും അവൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. തന്റെ അമ്മയും അയാളും തമ്മിലുള്ള സംസാരങ്ങൾക്ക് അവൾ കാതോർത്തു. വിനയന്റെ ക്രൂരമായ ചിരി കണ്ടതും അവളിൽ ഞെട്ടലുണ്ടാക്കിയത് തന്റെ സ്വന്തം അമ്മ മകളെ മറ്റൊരുവിന് വിൽക്കാൻ കരാർ ഒപ്പിടുന്ന ആ കാഴ്ച അവൾ സ്വയം മരിക്കുന്നതിന് തുല്യമായിരുന്നു. വിനയ, നീ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവൾ വിവാഹം കഴിക്കണം. ഇതിനു പിന്നിൽ ഞാനാണെന്ന് അവൾ ഒരിക്കലും അറിയരുത്. അറിഞ്ഞാൽ പിന്നെ ആ പത്മനാഭനെ ഇല്ലാതാക്കിയ പോലെ അവളെയും കൊല്ലേണ്ടി വരും.
അവൾ സ്വയം അടക്കി പിടിച്ച് ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞു. ഇല്ല പ്രഭാവതി, എനിക്ക് വേണം അവളെ. കുട്ടിക്കാലം മുതൽ അവിടെ ആ ശരീരം ഞാൻ മോഹിച്ചതാ. അതുകൊണ്ട് അവളെ എനിക്ക് വേണം. ഓർമ്മകളിൽ നിറഞ്ഞു വന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ആരാധ്യ ആകാംക്ഷയോടെ പറഞ്ഞു. ആകാശ, അച്ഛൻ്റെ ആ ബിസിനസ് പാർട്ണർ സുഹൃത്തായ വിനയൻ, അയാൾ എൻ്റെ അച്ഛനെ ചതിച്ചതാ. അയാൾ വിശ്വസിച്ചതാ അച്ഛൻ ചെയ്ത തെറ്റ്. അയാൾ തന്ത്രപൂർവ്വം ബിസിനസ് രേഖകളും സ്വത്തുക്കളെല്ലാം കൃത്രിമം കാണിച്ച് അച്ഛൻ്റെ കോടികൾ വില നിൽക്കുന്ന സ്വത്തുക്കളെല്ലാം അയാളുടെ പേരിലേക്ക് മാറ്റി. ഒടുവിൽ താൻ വഞ്ചിക്കപ്പെട്ടെന്നും കോടികളുടെ കടബാധ്യത തലയിലായെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം ആ അപമാനം താങ്ങാനാവാതെയാ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത്. ആരാധ്യയുടെ ശബ്ദമിടറി അവൾ വിതുമ്പിക്കൊണ്ട് തുടർന്നു. അച്ഛൻ മരിച്ചോടെ ഞങ്ങളുടെ ജീവിതം ഇരുട്ടിലായി. ആ സമയത്തെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വിനയനങ്ങളായിരുന്നു. എന്നാൽ അയാൾ എന്നെ ഒരു മകളായിട്ടല്ല കാണുന്നത്. എൻ്റെ ശരീരത്തെ മാത്രം മോഹിച്ചടക്കുന്ന ഒരു കഴുകനാണ് അയാളെന്ന് ഞാൻ കുറച്ചു ദിവസം മുമ്പാണ് അറിഞ്ഞത്. ഇപ്പം ഞാൻ ഓരോ ദിവസം അയാളിൽ നിന്ന് ഒളിച്ചോടുക. പെട്ടെന്ന് അവളിലെ ജ്വലിക്കുന്ന കണ്ണുകളിൽ തീ പടർന്നു. ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്ന എൻ്റെ അമ്മയെന്ന ആ സ്ത്രീയും അവരെൻ്റെ മുന്നിൽ അമ്മയുടെ വേഷം നന്നായിട്ട് അഭിനയിക്കുകയാണിപ്പോ. ആരാധ്യ പറഞ്ഞു കേട്ട് ആകാശ ശ്വാസം എടുക്കാൻ പോലും മറന്ന് തറഞ്ഞു നിന്നുപോയി. ആരാധ്യയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ തുള്ളികൾ ആകാശയുടെ കൈകളിലേക്ക് വീഴുമ്പോൾ ആകാശ അവളെ ഒന്ന് ചേർത്ത് പിടിച്ചു. ആരു, നീ എന്തിനാണ് ഇത്രയും ദിവസം ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ആ വിനയൻ, അയാൾ അത്ര ക്രൂരനായിരുന്നോ? ആങ്കിളുടെ മരണത്തിന് പിന്നിൽ ഇങ്ങനെ ചതിയുണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരാധ്യ നിസ്സഹായതയോടെ തലയാട്ടി. അപ്പോഴേക്കും വൈകുന്നേരമായിരുന്നു. മനസ്സിൽ കനലുമായി ആരാധ്യയെ വീട്ടിലേക്ക് യാത്രയാക്കി. ആകാശവേഗം വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി. യാത്രയിലുടനീളം ആരാധ്യയെ എങ്ങനെ രക്ഷിക്കുമെന്ന ആലോചന മാത്രമായിരുന്നു അവളിൽ. തന്റെ വീട്ടിലെത്തിയ ആകാശ അപ്പോഴേക്ക് ഓടി കാശിനാഥന്റെ മുറിയിലെത്തിയിരുന്നു. എന്തോ ഗൗരവമായി ആലോചിച്ചിരിക്കുകയായിരുന്നു കാശി. അനിയത്തിയുടെ മുഖത്ത് ആ കടുത്ത പരിഭ്രമവും കണ്ണീരും കണ്ടതും കാശി ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു. എന്താ ആകാശ, നീ എന്തിനാ ഓടിയത്? എന്താ കാര്യം? ആകാശ കിതച്ചുകൊണ്ട് ആരാധ്യ തന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി കാശിയോട് തുറന്നു പറഞ്ഞു. ഓരോ വാക്കും കേൾക്കും തോറും കാശിനാഥന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തു. ആ നിമിഷം അവന്റെ ഉള്ളിൽ അവളോടുള്ള ദേഷ്യം എന്നതിനേക്കാൾ അവളെ ആ വിനയന്റെയും അമ്മയുടെയും ചതിക്കുഴിയിൽ നിന്ന് എങ്ങനെയും രക്ഷിക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. വിനയൻ. കാശി പല്ലെളിഞ്ഞരിച്ചുകൊണ്ട് ആ പേരുച്ചരിച്ചു. അവനാകെ വന്യമായൊരു ഭാവത്തിലേക്ക് മാറുന്നുണ്ട്. ആകാശ ഭയന്നുപോയി. പെട്ടെന്ന് കാശി ആകാശയുടെ തോളിൽ കൈവച്ചു. അവന്റെ ശബ്ദത്തിൽ വലിയൊരു ഗൗരവമുണ്ടായിരുന്നു. ആകാശെ, ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു എന്ന് അവൾ ഒരിക്കലും അറിയരുത്, മനസ്സിലായല്ലോ? അവൾക്ക് എന്നോട് വെറുപ്പാണ്. ഇതുകൂടി ഞാൻ അറിഞ്ഞു എന്നവൾ മനസ്സിലാക്കിയ അവളുടെ ആത്മാഭിമാനത്തിനെ മുറിവേൽപ്പിക്കും. ഇത് ഞാൻ ഏറ്റു. കോളേജിലെ സസ്പെൻഷന്റെ പേടിയുമായി ആരാധ്യ തറവാട്ടിലെത്തി. വീടിന്റെ ഉമ്മറത്ത് തന്നെ പ്രഭാവതി കാത്തിരിപ്പുണ്ടായിരുന്നു. പ്രഭാവതി ആരാധ്യയെ കണ്ടതും കണ്ണുകൾ നിറച്ചുകൊണ്ടൊന്നും അറിയാത്ത പോലെ അവളെ പ്രതീക്ഷിച്ച് നിന്നു. പ്രഭാവതിയെ കണ്ടതും ആരാധ്യക്കുള്ളിൽ വെറുപ്പ് തോന്നിയെങ്കിലും ഒരു സംശയം തോന്നാത്ത വിധം അവൾ അമ്മയെന്ന് വിളിച്ച് തിരിച്ച് അഭിനയിക്കാൻ തുടങ്ങി. എന്നാൽ അപ്പോഴേക്കും പുറത്തൊരു കാറോ നിൽക്കുന്ന ശബ്ദം കേട്ടു. ആരാധ്യയുടെ മനസ്സിൽ ഇടുത്തി വീണ പോലെ അവൾ തറഞ്ഞു നിന്നു. എന്നാൽ പ്രഭാവതി ആ വണ്ടി പ്രതീക്ഷിച്ചെന്നോണം ഉമ്മറത്തേക്ക് നടന്നു. ആ കനത്ത ബൂട്ട്സുകളുടെ ശബ്ദത്തോടെ വിനയനകത്തേക്ക് കയറി വന്നു. എന്താ ആരാധ്യ, കോളേജിൽ നിന്ന് പുറത്താക്കിയോ? ആരാധ്യ പേടിയോടെ മുഖം കുനിച്ച് താഴേക്ക് നോക്കി നിന്നു. പ്രഭാവതി ഞെട്ടലോടെ ആരാധ്യയുടെ മുഖത്തേക്ക് നോക്കി. അവരുടെ മുഖത്ത് തന്റെ പ്ലാനുകൾ നടപ്പിലാക്കാനുള്ള ഒരു അവസരം ഒത്തുവന്ന സന്തോഷമായിരുന്നു. വിനയൊരു ഭ്രാന്തനെ പോലെ അട്ടഹസിച്ചു. ആ ചിരി പെട്ടെന്ന് അടക്കിക്കൊണ്ട് അവൻ ആരാധ്യയുടെ നേരെ തിരിഞ്ഞു. പ്രഭാവതി പെട്ടെന്ന് പുറമേക്ക് അവനെ തടയുന്ന പോലെ സംസാരിക്കാൻ തുടങ്ങിയതും വിനയനെ ആക്രോശിച്ചു. ഒരക്ഷരം മിണ്ടരുത്, വിനയൻ ഗർജിച്ചു. അവൻ ആരാധ്യയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഈ സസ്പെൻഷൻ നിന്റെ നാശത്തിനുള്ള തുടക്കമാണ്. 2 ദിവസത്തിനുള്ളിൽ നീ ഞാനുമായിട്ടുള്ള കല്യാണത്തിന് റെഡിയായിരിക്കണം. അടുത്തുള്ള അമ്പലത്തിൽ വെച്ച് എൻ്റെ താലി നിന്റെ കഴുത്തിൽ വീണിരിക്കണം. ഇല്ലെങ്കിൽ കൊന്ന് കുഴിച്ചു മുടിഞ്ഞാൻ. പിന്നെ ഒരു താലിയുടെ ആവശ്യമില്ലാതെ തന്നെ ഇപ്പൊ ഈ നിമിഷം നിന്നെ എനിക്ക് സ്വന്താക്കാൻ അറിയായിട്ടല്ല. ഈ തറവാട് അതെനിക്ക് വേണം. അത്രയും പറഞ്ഞ് വിനയന്റെ ഗുണ്ടകൾ അവിടുന്ന് ഇറങ്ങിപ്പോയി. ആ നിമിഷം തന്നെ പ്രഭാവതിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. ആ രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വെളുക്കുവോളം എന്തൊക്കെയോ കാര്യങ്ങൾ അവൾ മനസ്സിൽ ഉറപ്പിച്ചു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ പ്രഭാവതി കാണാതെ ആകാശയെ കാണാനെത്തി. അവളുടെ മുഖത്ത് മരണഭയമായിരുന്നു. കൈകാലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. ആകാശയുടെ കൈകളിൽ പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ആകാശെ, എല്ലാം കഴിഞ്ഞു. ഇന്നലെ വൈകുന്നേരം വിനയ് കുറച്ച് ഗുണ്ടകളുമായിട്ട് തറവാട്ടിൽ വന്നിരുന്നു. അച്ഛൻ്റെ കടം തീർക്കാൻ ഞാൻ അയാളെ കല്യാണം കഴിക്കണം. അതിനു പിന്നിൽ എൻ്റെ പേരിൽ ആ തറവാട് അയാളുടെ ലക്ഷ്യം. 2 ദിവസത്തിനുള്ളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താൻ അയാൾ തീരുമാനിച്ചു. ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലും അയാൾ എന്നെ നശിപ്പിക്കും. എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കി എന്തെങ്കിലും വഴിയുണ്ടോ? അയാളെ വിവാഹം കഴിക്കുന്നതല്ല മരിക്കുന്ന. പക്ഷെ തോറ്റെടുക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കൂട്ടുകാരിയുടെ അവസ്ഥ കണ്ട് ആകാശയുടെ കണ്ണുകളും നിറഞ്ഞു. എങ്കിലും ജ്യേഷ്ഠൻ കാശിനാഥൻ ഇതിനൊരു വഴി കാണുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ ആരാധ്യയെ ആശ്വസിപ്പിച്ചു. നീ കരയേണ്ട ആരും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താം. നീ ഇപ്പൊ വീട്ടിൽ പോ, ഞാൻ ഉടനെ തന്നെ നിന്നെ വിളിക്കാം. ആരാധ്യ അവളുടെ വാക്കുകളിലെ വിശ്വാസത്തിൽ വീട്ടിലേക്ക് പോയി. പക്ഷെ അവൾ തറവാട്ടിലെത്തിയതും കണ്ടത് ആളിൽ കാൽമേൽ കാൽ വെച്ചിരിക്കുന്ന വിനയനെയാണ്. പ്രഭാവതി അവന്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്. ഡേ,
നീ എന്നോട് ചോദിക്കാൻ എവിടെ പോയതാടി? വിനയൻ ചാടി എഴുന്നേറ്റ് ആരാധ്യയുടെ കയ്യിൽ പിടിച്ച് അവളിലേക്ക് ക്രൂരമായി ചേർത്ത് നിർത്തി. അവൾ വിനയിൽ നിന്ന് കുതിരിമാറാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവന്റെ കൈബലത്തിൽ അവൾക്ക് ഇറങ്ങാൻ പോലും കഴിഞ്ഞില്ല. പെട്ടെന്നാണ് ബാഗിൽ നിന്ന് ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ആകാശയായിരുന്നത്. അത് കേട്ടതും വിനയൻ അവളുടെ ബാഗിൽ നിന്ന് ഫോൺ തട്ടിയെടുത്ത് ഫോൺ ചെവിയിൽ വെച്ചതും മറുതലക്കിൽ നിന്ന് ആരു എന്ന് വിളിച്ചു. ആ ശബ്ദം കേട്ടതും വിനയന്റെ ദേഷ്യം ഉച്ചസ്ഥായിലായി. വിനയന്റെ വിളി കേട്ടതും മറുതലക്കിൽ നിന്ന് ഫോൺ വിളിച്ച ആകാശ പേടിയോടെ ഞെട്ടി ഫോൺ കട്ട് ചെയ്തു. പെട്ടെന്നാണ് കഠിനമായൊരു ശബ്ദം കേട്ടത്. വിനയൻ ആരാധ്യയുടെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. ഫോൺ തറയിൽ വീണ് ചിന്നിച്ചിതറിപ്പോയി. ആരാധ്യ ഞെട്ടിത്തരിച്ച് നോക്കിയേക്ക് വിനയയുടെ മുഖത്തേക്ക് ചൂണ്ടിയാണ്. ഇവളെ നീ പുറം ലോകം കാണരുത്, കേട്ടല്ലോ. നാളെ രാവിലെ ഞാനുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടി മാത്രം ഈ മുറി ഓർന്നാ മതി. അതും പറഞ്ഞ് വിനയൻ അവളെ മുറിയിലിട്ട് പൂട്ടി. വാതിൽ പുറത്തുനിന്ന് ലോക്കായ നിമിഷം വാതിലുകൾ കൂട്ടിയടക്കുന്ന ആ ശബ്ദം ആരാധ്യയുടെ നെഞ്ചിലാണ് വന്ന് പതിച്ചത്. റൂമിലെ കട്ടിലിന്റെ മൂലയിലേക്ക് ഒതുങ്ങിക്കൂടി അവൾ തന്റെ കാൽമുട്ടുകളിൽ തലവെച്ച് പൊട്ടിക്കരഞ്ഞു. ഫോൺ പൊട്ടിച്ചതിലൂടെ അവളുടെ അവസാനത്തെ പ്രതീക്ഷ അവിടെ തകർന്നു പോയിരുന്നു. രക്ഷപ്പെടാൻ ഇനിയൊരു വഴിയുമില്ല. തന്നെ സഹായിക്കാനും രക്ഷിക്കാനും ആകാശയെ കൊണ്ടുപോലും രക്ഷിക്കാൻ കഴിയില്ല. കറുത്തിരണ്ട ആ രാത്രി ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ അവളുടെ മരണഭയം കൂടി വന്നു. നാളെ നേരം പുലരുമ്പോൾ ആ കഴുകന്റെ താലി എന്റെ കഴുത്തിൽ വീഴും. എന്റെ അച്ഛനെ കൊന്ന ദുഷ്ടന്മാർക്ക് മുമ്പിൽ എനിക്ക് തോറ്റു കൊടുക്കേണ്ടി വരും. ആ ചിന്തകൾ അവളെ ഭ്രാന്തി പിടിപ്പിച്ചു. കരഞ്ഞു കരഞ്ഞ് ഒടുവിൽ അവളുടെ കണ്ണുനീര് പോലും വറ്റി. ഭയവും നിസ്സാവസ്ഥയെ ഒത്തുചേർന്നപ്പോൾ ആ ഒരൊറ്റ രാത്രി കൊണ്ട് ആരാധ്യ മാനസികമായി പാടെ തകർന്നുപോയി. തോറ്റെടുക്കാൻ മനസ്സിൽ നിന്ന് ആകാശയോട് ഉറപ്പിച്ച് പറഞ്ഞവളാണ്. പക്ഷേ ഈ 4 ചുമരുകൾക്കുള്ളിൽ അവളുടെ തന്റെയോ ആത്മവിശ്വാസവും എല്ലാം തണുത്തുറഞ്ഞുപോയി. തന്റെ കഴുത്തിൽ വിനയന്റെ താലി വീഴുമെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ഇനി എന്ത് ചെയ്യും? ജീവിതത്തോട് പൂർണ്ണമായും വെറുപ്പ് തോന്നിയോടെ അവൾ തന്റെ എല്ലാ പ്രതിരോധങ്ങളും അവസാനിപ്പിച്ചു. അവരുടെ ഇഷ്ടങ്ങൾക്ക് മുന്നിൽ നിന്നു കൊടുക്കാൻ അവൾ മാനസികമായി തയ്യാറായി. അടുത്ത ദിവസം നേരം പുലരുമ്പോൾ ആരാധ്യ തികച്ചും ഒരു ജീവനുള്ള ശവത്തെ പോലെയായിരുന്നു. പ്രഭാവതി മുറി തുറന്ന കല്യാണപ്പുടവ് അവൾക്ക് നേരെ നീട്ടുമ്പോൾ അവൾ അവരെ നോക്കുപോലും ചെയ്തില്ല. ദേഷ്യമോ ഭയമോ ആ കണ്ണുകളിൽ അപ്പോൾ തോന്നിയില്ല. പകരം പൂർണ്ണമായ ശൂന്യത മാത്രം. സ്വന്തമായി ചിന്തകളോ വികാരങ്ങളോ ഇല്ലാത്ത അവൻ പറയുന്നതിനനുസരിച്ച് ചലിക്കുന്ന വെറുമൊരു പാവയെ പോലെ അവൾ ആ കല്യാണപ്പുടവ് വാങ്ങി ധരിച്ചു. തന്റെ കഴുത്ത് അറുക്കപ്പെടാൻ കൊണ്ടുപോകുന്ന ഒരു ബലിമൃഗത്തെ പോലെയായിരുന്നു അവളുടെ മനസ്സിൽ. വിനയന്റെയും പ്രഭാവതിയുടെയും മുഖത്തപ്പോൾ ഒരു വലിയ വിജയച്ചിരി ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ കല്യാണ മണ്ഡപത്തിൽ വൻ ഒരുക്കങ്ങളാണ് നടന്നിരുന്നത്. വിനയന്റെ ആളുകളും ഗുണ്ടകളും മണ്ഡപത്തിന് ചുറ്റും കാവൽ നിന്നിരുന്നു. വധുവിന്റെ വേഷത്തിൽ അങ്ങോട്ട് നടന്നു വരുമ്പോഴും ആരാധ്യയുടെ പാദങ്ങൾ ഇടറുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് പൂർണ്ണമായും ശൂന്യമായിരുന്നു. ചുറ്റും നടക്കുന്ന മംഗളകർമ്മങ്ങളോ നാദസ്വരത്തിന്റെ ശബ്ദമോ ഒന്നും അവളുടെ കാതുകളിലേക്ക് കേട്ടിരുന്നില്ല. വിധിക്കൊപ്പം ഒഴുകിപ്പോകുന്ന വെറുമൊരു കളിമൺ പ്രതിമ പോലെ അവൾ മണ്ഡപത്തിൽ വന്നിരുന്നു. അവളുടെ തൊട്ടടുത്തായി വിജയശ്രീലാളിതനായി വിനയം വന്നിരുന്നു. പ്രഭാവതിയുടെ മുഖത്ത് കോടികളുടെ സ്വത്ത് കൈക്കലാക്കാൻ പോകുന്നതിന്റെ അഹങ്കാരം നിറഞ്ഞു നിന്നു. പൂജാരി വിനയന്റെ കൈകളിലേക്ക് താലിയെടുത്ത് നൽകി. മുഹൂർത്തായി, താലി ചാർത്തിക്കോളൂ. പൂജാരിയുടെ വാക്കിൽ കേട്ടതും വിനയൻ ക്രൂരമായ ഒരു ചിരിയോടെ ആ മഞ്ഞച്ചെറുകിൽ കോർത്ത താലിയുമായി ആരാധ്യയുടെ നേരെ തിരിഞ്ഞു. ആ നിമിഷം തന്റെ ജീവിതം ഇവിടെ അവസാനിപ്പിക്കുകയാണെന്ന് ഉറപ്പിച്ച ആരാധ്യ ഇനി ഈ ലോകത്ത് ഒന്നിനും തന്നെ രക്ഷിക്കാൻ കഴിയില്ലെന്ന നിസ്സഹായാവസ്ഥയിൽ കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൾ തന്റെ അച്ഛനെ ഓർത്തുകൊണ്ട് ഉള്ളൊരുക്കി ദൈവത്തെ വിളിച്ച് കരഞ്ഞു. ആ കഴുകൻ കണ്ണുകളോടെ വിനയൻ താലി അവളുടെ കഴുത്തിലേക്ക് അടുപ്പിച്ചതും പെട്ടെന്നാണ് ആ പന്തലിന്റെ പുറകുവശത്തായി കനത്തൊരു ബഹളം കേട്ടത്. ആളുകളുടെ നിലവിളിയും കസേരകൾ മറിഞ്ഞു വീഴുന്ന ശബ്ദവും ആ മണ്ഡപത്തിൽ മുഴങ്ങി. വിനയന്റെ ഗുണ്ടകളെ ആരോ അടിച്ചു തെറിപ്പിക്കുന്ന ശബ്ദമായിരുന്നത്. വിനയൻ താലിയുമായി ഞെട്ടിത്തെറിച്ച് ആ ബഹളം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞു. പന്തലിലുണ്ടായിരുന്ന എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറി. വിനയനും പ്രഭാവതിയും അമർഷത്തോടെ അത്ഭുതത്തോടെ എഴുന്നേറ്റതും ആ സെക്കൻഡുകളുടെ അശ്രദ്ധയിൽ മണ്ഡപത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് പോലെ ഒരാൾ കടന്നു വന്നു. കണ്ണുകൾ അടച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന ആരാധ്യ അവിടെ നടക്കുന്നതെന്ന് അറിഞ്ഞില്ല. പക്ഷെ അപ്രതീക്ഷിതമായി അവളുടെ കഴുത്തിലേക്ക് ഒരു ചൂട് വളർന്നു. വിനയൻ തിരിഞ്ഞു നോക്കുന്ന ആ നിമിഷം കൊണ്ട് അയാൾ തന്റെ കയ്യിലിരുന്ന താലി ആരാധ്യയുടെ കഴുത്തിൽ ചാർത്തി കഴിഞ്ഞിരുന്നു. 3 മന്ത്രക്കെട്ടുകളാൽ അവൻ ആ താലി അവളുടെ കഴുത്തിൽ ഭദ്രമാക്കി. ആളുകളുടെ ബഹളമടങ്ങിയപ്പോൾ വിനയൻ ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിയതും കണ്ടത് കൺമുമ്പിൽ ആ കാഴ്ചയാണ്. കഴുത്തിൽ താലി വീണതറിഞ്ഞ ആരാധ്യപതിയെ കണ്ണുകൾ തുറന്നു. വിനയൻ കെട്ടിയ താലിയാണെന്ന് കരുതി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ അവൾ ആ താലിയിലേക്ക് നോക്കി. എന്നാൽ ആ തിളക്കമുള്ള സ്വർണ്ണത്താലിൽ കൊത്തിവെച്ചിരുന്ന ആ പേര് കണ്ടതും അവളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. കാശിനാഥൻ. അവൾ ഇരുന്നിടത്ത് നിന്ന് ഞെട്ടിപറച്ചുകൊണ്ട് എഴുന്നേറ്റു. കൺമുമ്പിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാൻ കഴിയാതെ ആരാധ്യ ഒരു നിമിഷം ശ്വാസം പോലും എടുക്കാൻ മറന്ന് തറഞ്ഞു നിന്നുപോയി. വിനയനും പ്രഭാവതിയും ആകെ തരിച്ചു നിന്നു. ആരാധ്യ വിറക്കുന്ന കണ്ണുകളോടെ തന്റെ മുമ്പിൽ നിൽക്കുന്ന കാശിനാഥനെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കാണെ കാശിനാഥന്റെ ഭാവം ഒരു സിംഹത്തെ പോലെ ജ്വലിച്ച് നിൽക്കുകയായിരുന്നു. തന്റെ കഴുത്തിലെ കനമുള്ള താലിയിലേക്കും കാശിയുടെ വിരൽത്തുമ്പിൽ അവശേഷിച്ച സിന്ദൂര ചുവപ്പിലേക്ക് അവൾ മാറി മാറി നോക്കി. ഭയവും അത്ഭുതവും അതിലുപരി ഇതുവരെ അനുഭവിക്കാത്തൊരു വലിയ ആശ്വാസവും അവളുടെ ഉള്ളിൽ ഒരേ സമയം പ്രകമ്പനം കൊണ്ടു.
പക്ഷെ ആർക്കൊന്നും ചിന്തിക്കാൻ കാശിനാഥൻ സമയം കൊടുത്തതേയില്ല. വിനയന്റെയോ പ്രഭാവതിയുടെയോ ഭാവം മാറും മുമ്പേ കാശി ആരാധ്യയുടെ മഞ്ഞു പോലെയുള്ള കൈകളിൽ വീണ്ടും മുറുക്കെ പിടിച്ചു. ആ വലിയ കല്യാണ പന്തലിലെ ജനക്കൂട്ടത്തെ സാക്ഷി നിർത്തി അവൻ അവളെ തന്റെ നെഞ്ചിനോട് ചേർത്തുകൊണ്ട് വിനയന് നേരെ വിരൽ ചൂണ്ടി. ആ പന്തലിലെ ബഹളമെല്ലാം പെട്ടെന്ന് നിലച്ചു. കാശിയുടെ വാക്കുകൾക്കായി എല്ലാവരും കാതോർത്തു. കാശി ഒട്ടും താമസിക്കാതെ വിനയന്റെ നേരെ ആഞ്ഞടിച്ചു. എടാ വിനയൻ സാറേ, ഇവൾ ഈ നിൽക്കുന്ന ആരാധ്യ പത്മനാഭൻ ദാ ഈ നിമിഷം മുതൽ എന്റെ ഭാര്യയാണ്. ഞാൻ കിട്ടിയ താലിയ അവളുടെ കഴുത്തിലുള്ളത്. ഇനി എന്റെ ഭാര്യയുടെ നേരെ നിന്റെ ഒരു ചെറുവിരലെങ്ങാനും അനങ്ങിയ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ നിന്നെ. കാശിയുടെ വാക്കുകൾ കേട്ട് ദേഷ്യമുത്ത വിനയൻ ഒരു ഭ്രാന്തനെ പോലെ തന്റെ ഗുണ്ടകളോട് ആക്രോശിച്ചു. നോക്കിക്കാ തീർക്കണവനെ, എന്റെ മണ്ഡപത്തിൽ വന്ന് എന്നെ വിളിക്കാൻ ഇവനാരടാ? ഗുണ്ടകൾ കാശിക്ക് നേരെ തിരിയാനഞ്ഞതും പെട്ടെന്നാണ് പോലീസ് ആ പന്തിലേക്ക് ഇരച്ചു കയറിയത്. തടയാൻ വന്ന വിനയന്റെ ഗുണ്ടകളെ അവർ ആത്തി വീശി ഒരൊറ്റയടിക്ക് നിലംപരിശാക്കി. ആകെയുണ്ടായ ബഹളത്തിൽ പന്തലിലുള്ളവർ ഭയന്നു മാറി. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് പന്തലിലേക്ക് ഒരാൾ നടന്നു വന്നു. കാശിയുടെയും ആകാശയുടെയും മൂത്ത ഏട്ടൻ ACP അക്ഷയ്നാഥൻ. അവന്റെ ആ വരവിൽ തന്നെ ഉണ്ടായിരുന്നു ഒരു സിംഹത്തിന്റെ ഗാംഭീര്യം. അക്ഷയ് നേരെ വന്ന് വിനയന്റെ മുമ്പിൽ പാറ പോലെ ഉറച്ചു നിന്നു. വിനയന്റെ മുഖത്ത് അപ്പോൾ ഭയം എഴുതിക്കാൻ തുടങ്ങിയിരുന്നു. അക്ഷയ് വിനയന്റെ ഷർട്ടിന്റെ കോൾ പിടിച്ചുയർത്തി കൂടെയുള്ള ഫോഴ്സിന് നേരെ തിരിഞ്ഞ് ഗർജിച്ചു. അറസ്റ്റിം! കാശി ഒട്ടും പ്രതീക്ഷിക്കാത്ത അക്ഷയുടെ ആ മാസ് എൻട്രി കണ്ട് ഒരു ചെറുപുഞ്ചിരിയോടെ ചോദിച്ചു. എന്താ ഏട്ടാ ഇത്? ഒരു ടൈമിംഗ് ഇല്ലല്ലോ. ഞാൻ താലിയിട്ട് കഴിഞ്ഞപ്പോഴാണോ വരുന്നത്? അക്ഷയ് കാശിയെ നോക്കി കണ്ണുരുട്ടി. ഡാ, നീ ഒരു കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് വന്നപ്പോ ബാക്കി നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സമയം വേണ്ടേ? എന്തായാലും എന്താ അനിയൻ കൃത്യസമയത്ത് തന്നെ കാവൽക്കാരനായി. അപ്പോഴേക്കും തിരക്കിട്ട ഓട്ടത്തോടെ ആകാശ മണ്ഡപത്തിലേക്ക് ഓടിയെത്തി. ഹലോ! ആകാശ പന്തലിലേക്ക് നോക്കി വെച്ചുകൊണ്ട് വിളിച്ചു. സോറി ഏട്ടാ, എനിക്ക് താലിയിട്ട സമയത്ത് ഓടിയെത്താൻ പറ്റിയില്ല. അത് കേട്ടതും കാശി സ്നേഹത്തോടെ ആകാശയുടെ തലയിലൊരു കൊട്ടുകൊടുത്തു. നീയൊന്നും ലേറ്റാണല്ലോടി. തുടർന്ന് ആകാശ ആരാധ്യയുടെ അടുത്തേക്ക് ചെന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ആരാധ്യയുടെ കൈകൾ പിടിച്ച് ചേർത്ത് പിടിച്ചു. സോറി മോളെ, നിന്നെ ഈ നരകത്തിൽ നിന്നേക്ക് രക്ഷിക്കാൻ എൻ്റെ ഏട്ടന് മാത്രമേ കഴിയുന്ന എനിക്ക് ഉറപ്പായിരുന്നു. നീ മറ്റൊരാളുടെ ഭാര്യയായ വിനയന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രഹസ്യ ഏട്ടനോട് പറഞ്ഞ്. ആരാധ്യ നിറഞ്ഞ കണ്ണുകളോടെ കാശിനാഥനെ നോക്കി. ആരാധ്യയുടെ കണ്ണുകൾ വിടർന്നു. തന്നോടുള്ള വെറുപ്പ് കൊണ്ടാണോ കാശി ഇങ്ങനെ ചെയ്തെന്ന് കരുതി അവൾക്ക് അതെല്ലാം തന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം അവളുടെ മനസ്സ് നിറഞ്ഞു. അമ്പലത്തിൽ ആ വലിയ കൊടുങ്കാറ്റിന് ശേഷം അവർ കാശിയുടെ തറവാട് വീട്ടിലേക്ക് യാത്രയായി. വണ്ടിയുടെ വിൻഡോ ഗ്ലാസ്സിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോഴും ആരാധ്യയുടെ ഉള്ളിൽ ഭയവും പ്രതീക്ഷകളും മാറി മാറി മറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് അവളുടെ ഇടത് കൈകളിൽ ഒരു ചൂട് പകർന്ന്. കാശി തന്റെ വലിയ കൈവെള്ളക്കുള്ളിൽ അവളുടെ വിരലുകളെ പതിയെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ആ ഒറ്റ സ്പർശനം അവൾക്ക് നൽകിയ സുരക്ഷിതത്വം ചെറുതായിരുന്നില്ല. വണ്ടി ചെന്നിന്ന് വലിപ്പമുള്ള ഐശ്വര്യം തുള്ളുന്ന ഒരു പുരാതന തറവാടിന്റെ മുമ്പിലാണ്. കാറ് വന്നിരുന്ന ശബ്ദം കേട്ടപ്പോഴേക്കകത്തുനിന്ന് ആ കുടുംബം മുഴുവൻ ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. കാശിയുടെ അമ്മ ഭദ്ര കൈകളിൽ തിരിതെളിയിച്ച നിലവിളക്കുമായി പുഞ്ചിരിയോടെ ഉമ്മറത്ത് നിൽപ്പുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളിൽ ഒരു മരുമകളെ സ്വീകരിക്കുന്നതിനേക്കാൾ വലിയൊരു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ഒരു മകളോടുള്ള വാത്സല്യമായിരുന്നു. അകത്തേക്ക് കയറുക മോളെ. അമ്മയുടെ ആ സ്നേഹം നിറഞ്ഞ് വിളി കേട്ടപ്പോൾ തന്നെ ആരാധ്യയുടെ കൺകോണുകൾ നനഞ്ഞുപോയി. വലത് കാൽ വെച്ച് ആ മണ്ണിലേക്ക് ചൂട് വെക്കുമ്പോൾ അവളുടെ ഉള്ളമൊന്ന് പിടഞ്ഞു. അകത്തേക്ക് കയറിയുടൻ കാശിക്കൊപ്പം അവൾ അച്ഛൻ്റെയും അമ്മയുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങി. വിശ്വനാഥൻ സാറും ഭദ്രയമ്മയും ചേർന്ന് അവരെ എഴുന്നേൽപ്പിച്ചു. സ്വന്തം അമ്മയിൽ നിന്ന് പോലും കിട്ടാതെ പോയ ആ മാതൃസ്നേഹം ഭദ്രയമ്മയുടെ കെട്ടിപ്പിടുത്തത്തിൽ ആരാധ്യ അനുഭവിച്ചറിഞ്ഞു. അപ്പോഴേക്കും വായാടിയായ ആകാശ പതിവ് പോലെ തുള്ളിച്ചാടി ആരാധ്യയുടെ അരികിലെത്തി. അവൾ ആരാധ്യയുടെ തോളിൽ കൈയിട്ട് അവിടെയുള്ള ഓരോരുത്തരെയായി തന്റെ സ്റ്റൈലിൽ പരിചയപ്പെടുത്താൻ തുടങ്ങി. ആരു, ഇതെന്റെ പുന്നാരച്ഛൻ അഡ്വക്കേറ്റ് വിശ്വനാഥൻ. കോടതിയിൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടിൽ വെറും പാവാട്ടോ. അച്ഛൻ വിശ്വനാഥ കേട്ട് ചിരിയോടെ ആകാശയെ നോക്കി കണ്ണുരുട്ടിയ ശേഷം ആരാധ്യയുടെ തലയിൽ കവിച്ച് അനുഗ്രഹിച്ചു. എല്ലാ സങ്കടങ്ങളും കഴിഞ്ഞു മോളെ, ഇനി നീ വീടിന്റെ മകളാ. പിന്നെ ഇതെന്റെ അമൃതയെടുത്തി, നമ്മുടെ ACPന്റെ സ്വന്തം ആള്. അമൃത പുഞ്ചിരിയോടെ ആരാധ്യയുടെ അരികിലേക്ക് വന്ന് അവളുടെ കവിളിൽ തലോടി. പെട്ടെന്നാണ് ആകാശം തന്റെ കയ്യിൽ നിന്ന് കുറുമ്പിയെ മുന്നോട്ട് നീട്ടിയത്. പിന്നെതാ ഇത് ഞങ്ങളുടെ എല്ലാം ജീവനായ അക്ഷയ്. അക്ഷയേട്ടന്റെ അമൃതയെടുത്തിന്റെയും മോള് 2 വയസ്സാൻ പോവാ. കുറുമ്പിത്തിരി കൂടുതലാണേ, സൂക്ഷിച്ചോ. ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ചിരിയും കുഞ്ഞിക്കണ്ണുകളും കണ്ടപ്പോൾ ആരാധ്യയുടെ മനസ്സിലെ കാർമേഘങ്ങളെല്ലാം പമ്പ് കടന്നു. അവൾ ആ കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് നിർത്തി. കുഞ്ഞിന്റെ ആ ചെറിയ കൈകൾ ആരാധ്യയുടെ കവിളിൽ തൊട്ടപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുതിയ പുഞ്ചിരി വിരിഞ്ഞു. ദൂരെ മാറിയുന്ന തന്നെ മീശയും പിരിച്ചതെല്ലാം കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്ന കാശിനാഥനെ ആരാധ്യ പതിയെ നോക്കി. ആ കണ്ണുകളിൽ ഇപ്പോൾ ദേഷ്യത്തിന്റെ കനലുകളല്ലായിരുന്നു, പകരം അവളോടുള്ള പ്രണയത്തിന്റെ കടൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കോളേജിൽ ആ പഴയ ആരാധ്യ പത്മനാഭന്റെ ഉള്ളിലെ വാശിയും ദേഷ്യവും അത്ര പെട്ടെന്നൊന്നും കെട്ടടങ്ങിയിരുന്നില്ല. കഴുത്തിലെ താലിയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് കാശിയോടൊരു കടപ്പാട് തോന്നുന്നുണ്ടെങ്കിൽ
തന്റെ അനുവാദമില്ലാതെ തന്റെ കൈക്ക് പിടിച്ച കഴുത്തിൽ താലി കെട്ടിയ അഹങ്കാരിയോടുള്ള ദേഷ്യവും ഉള്ളിൽ കനലായി എരിയുന്നുണ്ടായിരുന്നു. എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നതിനിടയിലും ആരാധ്യയുടെ കത്തുന്ന നോട്ടം കാശിയിലേക്ക് തന്നെയായിരുന്നു. കാശി അത് മനസ്സിലാക്കിയെന്നോണം തന്റെ പതിവ് ആക്കി ചിരിയോടെ അവൾക്ക് നേരെ കണ്ണു ചിമ്മി. അത് കണ്ടതും അവളുടെ പല്ലുകൾ ദേഷ്യം കൊണ്ട് ഞെരിഞ്ഞു. അന്ന് രാത്രി ആ മുറിയിലേക്ക് അടക്കുമ്പോൾ ആരാധ്യയുടെ മനസ്സിൽ പുതിയൊരു യുദ്ധത്തിനുള്ള കോപ്പുകൂട്ടലായിരുന്നു. മുറിയിൽ കാലുമേ കാല് വെച്ച് ബെഡിൽ ചാരി ഫോൺ നോക്കിയിരിക്കുന്ന കാശിനാഥൻ അവൾ അകത്തേക്ക് കയറിയതും മുഖമുയർത്തി നോക്കി. അവൾ കഥകടച്ച് നേരെ വന്ന് അവന്റെ മുമ്പിൽ കൈകെട്ടി നിന്നു. ആ പഴയ കോളേജ് വരാന്തയിൽ അതേ ദേഷ്യത്തോടെ അവൾ അവന്റെ നേരെ വിരൽ ചൂണ്ടി. ഡാ കാശി, നീ എന്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചു, അതിന് നന്ദിയുണ്ട്. പക്ഷെ അതിനർത്ഥം നീ എന്നെ പൂർണ്ണമായിട്ട് സ്വന്തമാക്കിയെന്നല്ല. നിന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എനിക്കൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ടാ ഞാൻ മിണ്ടാതിരുന്ന്. ഈ താലി വീണുകൊണ്ട് ഞാൻ നിന്റെ മുമ്പിൽ തലവുഞ്ച് ജീവിക്കുന്ന നീ കരുതണ്ട. കാശിയുടെ ചുണ്ടിൽ ആ പഴയ വശ്യമായ പുഞ്ചിരി വിരിഞ്ഞു. അവൻ പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. നട്ടിൽ നിവർത്തി അവളുടെ നേരെ അടുത്തേക്ക് നടന്നു. കാശി അടുക്കും തോറും ആരാധ്യ ഒരടി പിന്നിലേക്ക് വെച്ചെങ്കിലും അവളുടെ കണ്ണുകളിലെ കനൽ കെട്ടിയിരുന്നില്ല. അവൾക്ക് തൊട്ടുമുമ്പിൽ വന്ന് നിന്ന് തന്റെ മീശയിലും തൊട്ട് കാശി കുറുകിയ ശബ്ദത്തിൽ പറഞ്ഞു, എന്താണ് ഈ കാട്ടുപൂച്ചേ? നീ വിചാരിച്ചോ ആ വിനയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രം കിട്ടിയ വെറും ഒരു ചരടാണ് നിന്റെ കഴുത്തിലെന്ന്? എനിക്ക് നിന്നോടുള്ള ദേഷ്യം തീർക്കാൻ എന്താ ഇത്രയും സമയമൊന്നും വേണ്ടായിരുന്നു. പക്ഷേ നിന്നെ കണ്ട ആദ്യത്തെ ആ നിമിഷം മുതൽ ഈ കാശിനാഥന്റെ നെഞ്ചിൽ കയറി കൂടിയവളാ നീ. നിന്റെ ഈ തൻ്റെയോടും അടങ്ങാത്ത വാശിയോ അടി എന്നെ കൊണ്ട് നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിപ്പിച്ച്. അവന്റെ ആ അപ്രതീക്ഷിതമായ പ്രണയ പ്രഖ്യാപനം കേട്ട് ആരാധ്യ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. എങ്കിലും തോറ്റെടുക്കാൻ അവളിലെ പഴയ ആരാധ്യ പത്മനാഭൻ തയ്യാറായില്ല. അവൾ തന്റെ ഇടം വീണ്ടെടുത്ത് അവന്റെ കണ്ണുകളിലേക്ക് വിരൽച്ചുകൊണ്ട് വെല്ലുവിളിച്ചു. നീ അധികം മോഹിക്കേണ്ട കാശി. നിന്റെ ഈ താലിയും സിന്ദൂരം എന്റെ കഴുത്തിലും നെറ്റിലും ഉണ്ടാവും. കാരണം ഞാൻ ഈ മഞ്ഞച്ചേടനെ ബഹുമാനിക്കുന്നു. പക്ഷേ വെറുമൊരു താലിയുടെ പേരിൽ ഈ ആരാധ്യ പത്മനാഭനെ നിന്റെ മുന്നിൽ കീഴടക്കാൻ നിനക്ക് കഴിയില്ല. നോയിക്കോ നീ. അവളുടെ ആ പഴയ വെല്ലുവിളി കേട്ടതും കാശിയുടെ കണ്ണുകളിൽ വന്യമായ പ്രണയം തിളങ്ങി മറഞ്ഞു. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത വേഗതയിൽ അവളുടെ കൈത്തണ്ടിൽ മുറുകെ പിടിച്ച് ഒറ്റവലിക്ക് തന്നിലേക്ക് ചേർത്ത് വെച്ചു. അപ്രതീക്ഷിതമായ നീക്കത്തിൽ ആരാധ്യയുടെ ശ്വാസം അവന്റെ നെഞ്ചിൽ വന്ന് തട്ടി. അവളുടെ പിടയുന്ന കണ്ണുകളിലേക്ക് നോക്കി ഒരു കള്ളച്ചിരിയോടെ അവൻ തന്റെ അരികിലേക്ക് അവൾ ഒന്നുകൂടെ അടുപ്പിച്ച് നിർത്തി താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. നീ അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ കീഴടങ്ങിയാ പിന്നെ ഈ കാശിനാഥന് പിന്നെ എന്ത് ത്രില്ലാടിയുള്ളത്? നീ എന്തിനെ വാശി കാണിച്ചാലും എത്രയൊക്കെ തുള്ളിയാലും നീ കാശിനാഥന്റെ പെണ്ണാ. അത് മാത്രം നീ മറക്കണ്ട. അതുകൊണ്ട് എന്റെ മോൾ എന്നെ നേരിടാ ഇപ്പൊ തന്നെ റെഡി ആയിക്കോ. കാരണം എന്റെ ഭാര്യയുടെ മനസ്സ് കീഴടക്കുള്ള ശ്രമം എന്താ ഈ നിമിഷം മുതൽ ഞാൻ തുടങ്ങിക്കഴിഞ്ഞു. അവളുടെ മുഖത്തേക്ക് നോക്കി അത്രയും പറഞ്ഞ് അവൻ കണ്ണു ചിമ്മിയപ്പോൾ ഭയത്തേക്കാൾ ആരാധ്യയുടെ ഉള്ളിൽ അവനോടുള്ള ഒരു പുതിയതരം അനുഭൂതിയാണ് പടർന്ന്. ഇത്രയും കാലം താൻ വെറുക്കാൻ ശ്രമിച്ച ആ കാവൽക്കാരന്റെ നെഞ്ചിന്റെ ചൂടിൽ അവളുടെ വാശികളെല്ലാം പതിയെ ഒരുക്കിത്തീരുന്ന പോലെ അവൾക്ക് തോന്നി. ആ ആത്മബന്ധത്തിന്റെ ആഴം മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലും മുമ്പേ കാശിയുടെ മുഖത്ത് ഭാവങ്ങൾ മാറിമറിഞ്ഞു. കള്ളച്ചിരിയോടെ അവൻ അവളിലേക്ക് ഒന്നുകൂടി അടുത്തു. പിന്നെ ഒന്നുകൂടെ ഉണ്ട് മോളെ, ഈ എടാ പോടാ താനെന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ, ഇനി എന്റെ അടുത്ത് നടക്കില്ല. ഈ നിമിഷം മുതൽ എന്നെ നീ കാശിയേട്ടെന്ന് വിളിക്കണം, കേട്ടല്ലോ? അവന്റെ അധികാരത്തോടെയുള്ള സംസാരം കേട്ടതും ആരാധ്യയുടെ ഉള്ളിലെ വാശി വീണ്ടും തലമുക്കി. ആൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി മുഖം വെട്ടിച്ചു. അത് നിന്റെ മോഹം മാത്രമാണ് കാശി, അത് ഞാൻ തയ്യാറല്ല. ഞാൻ നിന്നെ അങ്ങനെ വിളിക്കില്ല, അവൾ തറപ്പിച്ചു പറഞ്ഞു. പക്ഷേ കാശി അവൾ അങ്ങനെ അങ്ങ് വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. തന്റെ കണ്ണിലെ ഭാവം മാറ്റി ചുണ്ടിലൊരു വന്യമായ പുഞ്ചിരിയോടെ അവൻ മീശയൊന്ന് പിരിച്ചു. അവളുടെ വാശിയെ തച്ചുടക്കാൻ എന്ന വണ്ണം അവൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് നിന്നു. അവന്റെ അപ്രതീക്ഷിതമായ നീക്കം ആരാധ്യയുടെ ഉള്ളിലൊരു വിറയൽ തോന്നി. ശ്വാസമെടുക്കാൻ പോലും മറന്ന് അവൾ നിന്നുപോയ ആ നിമിഷം കാശിയുടെ ശക്തമായ കൈ പതിയെ അവളുടെ ഇടുപ്പിലേക്ക് നീണ്ടു. ആ തണുത്ത വിരലുകളുടെ സ്പർശനം അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പിണർ പോലെ പാഞ്ഞുപോയി. അതിനൊപ്പം തന്നെ അവന്റെ അടുത്ത കൈ അവളുടെ മെലിഞ്ഞ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് തലക്ക് മുകളിലേക്ക് ഭിത്തിയോട് ചേർത്ത് നിർത്തി. അവളുടെ ശരീരം അവന്റെ നെഞ്ചിലേക്ക് പൂർണ്ണമായി അമർന്നു പോയിരുന്നു. അവന്റെ പൗരുഷം നിറഞ്ഞ സ്പർശനത്തിന്റെ ആഴം മനസ്സിലാക്കിയെന്നോണം അവളിലെ ആ പഴയ ദേഷ്യമെല്ലാം എവിടെയോ ഉരുകിത്തീർന്നു. പകരം ഒരുതരം നിസ്സാവസ്ഥയും പ്രണയവും അവളെ മൂടി. വീട്ട് കാശി, പ്ലീസ്, ഞാൻ ഇനി വഴക്കിന് വരില്ല, എന്നെ വീട്ടു കാശി, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ യാചിച്ചു. ഇല്ല മോളെ, അങ്ങനെ അങ്ങ് വിട്ടാലെങ്ങനെയാ? ആദ്യമായിട്ട് മോളെ എന്നെ ഒന്ന് കാശിയേട്ടാന്ന് വിളിച്ചേ, ചേട്ടൻ കേൾക്കട്ടെ. അവളുടെ കാതോരമായി അവന്റെ കാന്തിക ശബ്ദം മുഴങ്ങി. കാശി വേണ്ട, പ്ലീസ്, എനിക്ക് വയ്യ, എന്റെ കൈ വേദനിക്കണു, അവൾ കണ്ണുകളടച്ചുകൊണ്ട് പറഞ്ഞു. ആ, കുറച്ച് വേദനിക്കട്ടെ, എന്നാലേ എന്റെ മോൾക്ക് ആ പേര് നാവിൽ വരും. വിളിക്ക്. അവന് നിയന്ത്രണം നഷ്ടപ്പെട്ട കൈകളുടെ ചലനത്തിൽ അവൾ സ്വയം മറന്നുപോയി. അവന്റെ നെഞ്ചിന്റെ ചൂടിലും സ്പർശനത്തിലും അവൾ ഉള്ളുരുകി പിടഞ്ഞു പോകുന്ന അവസ്ഥയിലായി.
പക്ഷെ ആരാധിയുടെ ആ പെടസിൽ കണ്ടപ്പോൾ കാശിക്ക് അവളെ കൊണ്ട് കാശിയേട്ടെന്ന് വിളിപ്പിക്കാൻ ഉത്തരം കടുത്ത വാശി കൂടി വന്നു. നിമിഷ നേരം കൊണ്ട് അവനവളുടെ ഇടുപ്പിലെ സാരി പ്ലീറ്റ് ഒരൊറ്റപ്പിടിയിൽ വലിച്ചഴച്ചു. സാരി ഇടുപ്പിൽ നിന്നഴഞ്ഞ ആ നിമിഷം സർവ്വ നിയന്ത്രണവും നഷ്ടപ്പെട്ട് ഉള്ളിൽ നിന്നുയർന്ന ആത്മസമർപ്പണത്തോടെ അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു, കാശിയേട്ടാ. ആ വിളിയോട് അവൾ തന്റെ കണ്ണുകൾ മുറുക്കി അടച്ചു. ആ മുറിയിൽ ശ്വാസത്തിന്റെ ചൂടും നിശബ്ദതയും മാത്രം ബാക്കിയായ നിമിഷം. പെട്ടെന്നാണ് നിലവിളി കേട്ട് പുറത്തുനിന്ന് കാശിയുടെ റൂമിന്റെ ഡോറിൽ ആരോ ശക്തിയായി മുട്ടിയത്. ആ ശബ്ദം കേട്ടതും ആരാധി ഞെട്ടിത്തരിച്ച് കണ്ണുകൾ തുറന്നു. കാശി ഒരു നിമിഷം തന്റെ പ്രണയലഹരിയിൽ നിന്ന് ഉണർന്ന് വാതിൽ നേരെ തിരിഞ്ഞു നോക്കി. അഴിഞ്ഞുപോയ സാരിത്തുമ്പ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശ്വാസമെടുക്കാൻ പോലും മറന്നവൾ ഒരൊറ്റ കുതിപ്പിന് കാശിയെ പിന്നോട്ട് തള്ളി വാഷ്റൂമിലേക്ക് ഓടി മറഞ്ഞു. അകത്തേറി വാതിലടച്ച് നെഞ്ചത്ത് കൈവച്ച് അവൾ വേഗത്തിൽ ശ്വാസമെടുത്തു. അവളുടെ ഹൃദയം അപ്പോൾ നിലച്ചു പോകുന്ന പോലെ ഇടിപ്പ് കൂടുകയായിരുന്നു. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം മുഖത്ത് പടർന്ന ആ ചുവപ്പ് കണ്ട് അവൾ സ്വയം മുഖം പൊത്തി. അതേസമയം പുറത്ത് കാശിയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നു. വാതിലിൽ മുട്ടിയ ആ പ്രതീക്ഷ നിമിഷത്തിൽ കാശിയുടെ മുഖമൊന്ന് വിളറി വെളുത്തു. സർവ്വ തന്റെ ഇടം ചോർന്നുപോയ അവസ്ഥയിൽ അവൻ വേഗച്ചെന്ന് പരിങ്ങിലോടെ വാതിൽ തുറന്നു. എന്താ കാശി, ഒരു നിലവിളി കേട്ടല്ലോ? അമൃത കടുത്ത ടെൻഷനോടെ ചോദിച്ചു. എന്നാൽ അമൃതയുടെ തൊട്ടുപിന്നിൽ നിന്ന് ACP അക്ഷയേട്ടൻ കാശിയുടെ ആ വിളറിയ മുഖത്തേക്ക് ഒരു കള്ളച്ചിരിയോടെ നോക്കി. എന്നിട്ട് കാശിയുടെ മുഖത്തേക്ക് നോക്കി. കണ്ണുകൾ കൊണ്ട് പുരികം പൊക്കിയും എന്താണ് അവിടെ പരിപാടി എന്ന ഭാഗത്തിൽ ചോദിച്ചു. ഏട്ടന്റെ ആ കള്ളനോട്ടം കണ്ടതും കാശി നാണക്കേട് കൊണ്ട് ആകെ വിയർത്തു. അവൻ കണ്ണുകൾ കൊണ്ട് തന്നെ അയ്യേ അങ്ങനെയൊന്നുമില്ല ഏട്ടാ എന്ന് ദയനീയമായി മറുപടി നൽകി. എന്നിട്ട് പുറമേക്ക് ബാമാറ്റി അമൃതയോട് പറഞ്ഞു, അത് വേറൊന്നുമില്ല എടുത്തി, അവൾ വാഷ്റൂമിൽ കയറിയപ്പോൾ തെന്നി വീഴാൻ പോയതാ, അപ്പൊ പേടിച്ചിട്ട് വിളിച്ചാ, വേറൊന്നുമില്ല. കാശിയുടെ ആ പച്ചക്കള്ളം കേട്ടതും അക്ഷയ ഒരു ആക്കിച്ചിരിയുടെ അവൻ ഒന്നുകൂടെ നോക്കി. ആ തെന്നി വീണാണല്ലേ, ശരി ശരി. അക്ഷയ അമൃതയുടെ തോളിൽ തട്ടി. താവാടും, അവിടെ ആരും വീണിട്ടൊന്നുമില്ല, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ചിരിയോടെ തിരിഞ്ഞു കിടന്നു. ആർ പോകും നോക്കി കാശി ചെറിയൊരു പരിഭ്രമത്തോടെ വേഗം വാതിൽ വലിച്ചടച്ചു. അമ്മയാച്ചനും കേൾക്കാത്ത ഭാഗ്യെന്ന് വിചാരിച്ച് ആ നെഞ്ചിൽ കൈവച്ചു. എന്നിട്ട് തലയും കുടഞ്ഞ് പതിയെ ബെഡിലേക്ക് വന്നിരുന്നു. വാഷ്റൂമിന്റെ വാതിൽക്കിലേക്ക് നോക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ വീണ്ടും ആ വശ്യമായ കള്ളച്ചിരി തിരിച്ചെത്തിയിരുന്നു. വാഷ്റൂമിനുള്ളിൽ നിന്ന് ആരാധിയുടെ നീട്ടിയുള്ള വിളി, കാശി. അത് കേട്ടതും കാശിയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് ദേഷ്യത്തിന് വഴിമാറി. അവൻ മീശൊന്നു കൂടി പിരിച്ചു വെച്ച് ഒരൽപ്പം ഗൗരവത്തോടെ വാഷ്റൂമിനടുത്തേക്ക് നടന്നു. ഞാൻ നിന്നോട് പറഞ്ഞല്ലേടി കാശി എന്ന് വിളിക്കരുതെന്ന്, പിന്നെ അതുതന്നെയാണ് നിന്റെ പണി. അവന്റെ സ്വരത്തിൽ അധികാരവും ചെറിയൊരു വാശിയും ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഉള്ളിൽ നിന്ന് അവളുടെ അപേക്ഷാസ്വരമുള്ള വിളി കേട്ടത്. സോറി ആശയേട്ടാ, ഇങ്ങോട്ട് വരല്ലേ. കാശിയേട്ടാ, ആദ്യം ആകാശം ഇങ്ങോട്ടൊന്ന് വിളിക്കോ പ്ലീസ് കാശിയേട്ടാ. ആ വിളിയിൽ അലിഞ്ഞുപോയ കാശി ഒരു നിമിഷം നിന്നു. അവളുടെ ഭയവും ചാളിത്യവും മനസ്സിലാക്കി അവൻ ആ വാഷ്റൂമിനടുത്തുള്ള വാർഡ്രോബിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. നിനക്ക് ആവശ്യമുള്ള ആ വാർഡ്രോബിലുണ്ട്, ആകാശയും ഞാനും കൂടി നിനക്ക് വേണ്ടിയെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞൊരു കള്ളച്ചിരിയോടെ അവൻ ഡ്രസ്സിംഗ് സ്പേസിന്റെ ഭാഗത്തുള്ള വലിയ വാതിൽ പുറത്തുനിന്ന് അടച്ചു. ആരാധിയുടെ ചാളിതയിൽ നിന്നാണോ ആസ്വദിച്ചുകൊണ്ട് അവൻ ശാന്തനായി തിരികെ വന്ന് ബെഡിലിരുന്നു. പുറത്ത് കേൾക്കാത്തൊരു ചിരി അവന്റെ ചുണ്ടിൽ വിരിഞ്ഞു നിന്നു. അങ്ങനെ അവളുടെ വാശി പിടിച്ച കുസൃതികൾ ആ വീട്ടിൽ അരങ്ങേറിക്കൊണ്ടിരുന്നു. ആ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ കളിച്ചിരികൾ നിറഞ്ഞ ആ വലിയ വീടിന്റെ ജീവനാടി താൻ കൂടിയാണെന്ന് ആരാധ്യ തിരിച്ചറിഞ്ഞിരുന്നു. അത്രമേൽ സ്നേഹത്തോടെയായിരുന്നു വിശ്വനാഥനും ഭദ്രയമ്മയും അവൾ ആ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച്. അന്നൊരു രാത്രി ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വിശ്വനാഥൻ ആ കാര്യം ഓർമ്മിപ്പിച്ച്. മോളെ ആരാധ്യയെ, നാളെയിൽ നിങ്ങൾ കോളേജിൽ പോവേണ്ടത്? അച്ഛന്റെ ആ ചോദ്യം കേട്ടതും കാശിയോ ആരാധ്യൊന്നും ഞെട്ടി പരസ്പരം നോക്കി. അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന ഭാവമായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത്. അവരുടെ ആ പരിങ്ങൾ കണ്ട് ചിരിച്ചുകൊണ്ട് അച്ഛൻ തുടർന്നു. എന്നെ ഇന്ന് രാധാകൃഷ്ണൻ സാറ് വിളിച്ചിരുന്നു. ഇതുവരെ ഉണ്ടായതെല്ലാം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. കാശി, നിനക്ക് ഫൈനൽ ഇയർ എക്സാം തുടങ്ങിയല്ലേ? അതെ സാർ. പിന്നെ നിന്റെ ആ സ്റ്റാർട്ടപ്പ് കമ്പനി എന്തായി? അച്ഛൻ ഗൗരവത്തിൽ ചോദിച്ചു. അത് കുഴപ്പമില്ല സാർ, നന്നായി പോകുന്നുണ്ട്. കാശി പതിയൊന്ന് ഒഴിഞ്ഞു മാറി മറുപടി നൽകി. അപ്പോഴാണ് തൊട്ടടുത്തിരുന്ന ആകാശ പ്ലേറ്റിൽ നിന്ന് തലയുയർത്തി അച്ഛനോട് ആ പരമരസ്യം വിളിച്ചു പറഞ്ഞു. അത് ശരിയാ അച്ഛാ, കാശിയേട്ടൻ ഇപ്പൊ ആ വഴിക്ക് പോകാത്തോണ്ട് ആ കമ്പനി ഇപ്പൊ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അപ്പുവേട്ടൻ എന്നോട് പറഞ്ഞിരുന്നു. ആകാശ പറഞ്ഞു. ഡൈനിങ് റൂമിൽ വലിയൊരു ചിരി പൊട്ടി പുറപ്പെട്ടു. വിശ്വനാഥനും അക്ഷയ ഉച്ചത്തിൽ ചിരിച്ചപ്പോൾ കാശിയുടെ മുഖം നാണക്കേടുകൊണ്ട് അമർഷം കൊണ്ടൊന്ന് ചുവന്നു കൊടുത്തു. അവൻ ആരും കാണാതെ ഡൈനിങ് ടേബിളിനടിയിലുള്ള ആകാശയുടെ കാലിന്റെ കനത്തൊരു ചവിട്ട് വെച്ച് കൊടുത്തു. അമ്മേ, ഈ കാശിയുടെ എന്നെ ചവിട്ടുന്നു. ആകാശ കാലം തടവിൽ പ്ലേറ്റിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പോയി. നീ അവിടെ അടങ്ങിയിരുന്ന് കഴിക്കടി വായാടി, അവന്റെ കമ്പനിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഭദ്രമ്മ ആകാശയുടെ തലയിൽ സ്നേഹത്തോടെ കൊട്ടുകൊടുത്തുകൊണ്ട് കാശിയുടെ പ്ലേറ്റിലേക്ക് വീണ്ടും ചൂടുള്ള ദോശ വെച്ച് കൊടുത്തു. കാശിയുടെയും ആകാശയുടെയും ആ പതിവ് തല്ലുകൂടൽ കണ്ട് ആരാധയുടെ ചുണ്ടിൽ അറിയാതൊരു പുഞ്ചിരി വിരിഞ്ഞു. അത്രയും ദിവസം കൊണ്ട് തന്നെ ആ വീടിന്റെ കാറ്റും വെളിച്ചവും സ്നേഹവുമെല്ലാം അവളുടെ ഉള്ളിലെ പഴയ മുറിവുകളെല്ലാം ഉണക്കിയിരുന്നു. ആ വലിയ സ്നേഹ കൂടാരത്തിന്റെ ഒരു പ്രധാന ഭാഗമായി അവൾ മാറിക്കഴിഞ്ഞിരുന്നു. എങ്കിലും അപ്പോഴും അച്ഛൻ വിശ്വനാഥന്റെ വാക്കുകൾ അവളുടെ മനസ്സിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ രാധാകൃഷ്ണൻ സാറ് എല്ലാം അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും അത്ഭുതമായിരുന്നു.
അഡ്വക്കേറ്റ് വിശ്വനാഥിന്റെ മകനാണ് കാശിനാഥൻ എന്ന പ്രിൻസിപ്പാൾ നേരത്തെ അറിയാമായിരുന്നിട്ടും ക്യാമ്പസിലെ അച്ചടക്കോർത്ത് മാത്രമാണ് അന്ന് സസ്പെൻഷൻ കൊടുത്തത്. ഇപ്പൊ സത്യങ്ങളെല്ലാം പുറത്തു വന്ന സ്ഥിതിക്ക് നാളെ താൻ കോളേജിലേക്ക് തിരികെ ചെല്ലുന്നോർത്ത് ആരാധിക്ക് ചെറിയൊരു പരിഭ്രമം തോന്നി. ഭക്ഷണം കഴിച്ച ശേഷം എല്ലാവരും ആളിൽ നിന്ന് സംസാരിക്കുമ്പോൾ കാശിപതി ആരാധിയുടെ അരികിലേക്ക് നീങ്ങി നിന്നു. മറ്റാരും ശ്രദ്ധിക്കാതെ നേരത്ത് അവനവളുടെ കാതോരുമെന്ന് കുനിഞ്ഞ് ആ കള്ളച്ചിരിയോടെ ചോദിച്ചു, എന്താടി കാട്ടുപൂച്ചേ, നാളെ ഈ കാശിനാഥന്റെ ഭാര്യയായിട്ട് കോളേജിൽ പോകാൻ പേടിയുണ്ടോ നിനക്ക്? ആരാധി ഒരു നിമിഷം ചിന്തിച്ചു. ആ അവസരം മുതലെടുത്ത് വീണ്ടും അവളിൽ വാശി കയറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു, ഈ കാശിനാഥന്റെ പെണ്ണായിട്ടാ നാളെ നീ ആ ക്യാമ്പസിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്നത്. അവന്റെ ആ വാക്കുകളും മീശ വിരിച്ചുള്ള വന്യമായ നോട്ടം കണ്ടപ്പോൾ ആരാധിയുടെ നെഞ്ചൊന്നിടിച്ചു. പക്ഷെ അവൾ ഒട്ടും വിട്ടുകൊടുത്തില്ല. തന്റെ ആ പഴയ തന്റെയുടെ മുഖത്ത് വരുത്തി അവന് നോക്കി പതിഞ്ഞ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, അതിനെനിക്ക് പേടിയൊന്നുമില്ല കാശിയേട്ടോ. പക്ഷെ ഒന്നുണ്ട്, കോളേജിൽ വെച്ച് എന്റെ നേരെ ഈ കയ്യോവെല്ലാം നീട്ടാൻ വന്ന ആ പഴയ ആരാധ്യാപത്മനാഭനെ തന്നെയാവും കാശിയുടെ വീണ്ടും കാണാൻ പോകുന്നു. അതുകൊണ്ട് കളി എന്റെ അടുത്തും വേണ്ട. അവൻ കുസൃതി ചിരിയുടെ പുറത്തേക്ക് നടന്നു. സസ്പെൻഷൻ കഴിഞ്ഞ് തിരികെ എത്തുന്ന ആ ബദ്ധശത്രുക്കളെ കാണാൻ ക്യാമ്പസ് വരാന്ത കാതോർത്ത് നിന്നു. പെട്ടെന്നാണ് ആ കറുത്ത റോയൽ എൻഫീൽഡിന്റെ ഗർജനം ഗേറ്റിനപ്പുറത്തും കേട്ടത്. ബൈക്ക് വന്ന് പുറത്തു നിർത്തിയതും അവിടെ കൂടുന്നവിടെയെല്ലാം ശ്വാസം നിലച്ചുപോയി. വണ്ടി ഓടിച്ചിരുന്ന കാശിനാഥന്റെ പിന്നിൽ അവന്റെ തോളിൽ അല്പം ചാരയോടെ കൈവച്ചിരിക്കുന്ന മറ്റാരുമല്ല, ആരാധ്യ പത്മനാഭൻ. പരസ്പരം തല്ലുകൂടി നടന്നിരുന്നവർ ഒന്നിച്ചു വരുന്ന കണ്ട് വിശ്വസിക്കാനാവാതെ ക്യാമ്പസ് ഒന്നിറങ്ങി അമ്പരപ്പോടെ നോക്കി നിന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയതും ആരാധ്യ തന്റെ ബാഗ് തോളിലിട്ട് കാശി ഒന്ന് കരപ്പിച്ച് നോക്കി. കോളേജിലെ ആ പഴയ ശത്രുതയും വാശിയും വീണ്ടും അവിടെ തുടങ്ങിയായിരുന്നു. കോളേജിൽ വെച്ച് എന്റെ നേരെ അധികം അധികാരം കാണിക്കാൻ വരേണ്ടെന്ന ഭാവത്തിൽ അവൾ മുന്നോട്ട് നടന്നപ്പോൾ കാശി തന്നെ മീശയിലും തൊട്ട് ആ പഴയ കള്ളച്ചിരിയോടെ അവളെ നോക്കി നിന്നു. പക്ഷെ ആ ക്യാമ്പസ് വരാന്തയിലെ അവിടെ ആ കൊച്ചു തല്ലുകൂടലുകളും ശത്രുതയും അധിക ദിവസം നീണ്ടു നിന്നില്ല. കാരണം ഫൈനൽ ഇയർ ആയിരുന്ന കാശിയുടെ എക്സാമുകൾ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. പഠനത്തിൽ മിടുക്കനായ അവനെ വിദേശത്തയച്ച് ഉപരിപഠനം നടത്തണമെന്ന് അച്ഛൻ വിശ്വനാഥന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അച്ഛന്റെ വാക്കിനെതിരെ പറയാൻ കാശി കഴിയുമായിരുന്നില്ല. അങ്ങനെ അച്ഛന്റെ ആഗ്രഹപ്രകാരം അവൻ MBA ചെയ്യാനായി വിദേശത്തേക്ക് പറന്നു. കാശി പോയതോടെ കോളേജിൽ ആരാധ്യയും ആകാശയും മാത്രമായി. ആ വലിയ ക്യാമ്പസിൽ ഒന്നിച്ച് നടക്കുമ്പോഴും ഏട്ടൻ കൂടെയില്ലാത്തതിന്റെ വിഷമം ആകാശയെ പോലെ തന്നെ ആരാധ്യയുടെ ഉള്ളിലും വല്ലാതെ വീർപ്പൂട്ടലുണ്ടാക്കി. കോളേജ് വരാന്തയിലൂടെ നടക്കുമ്പോൾ താൻ വഴക്കിട്ടിരുന്ന ആ പഴയ ഇടനാഴികളിൽ കാശി കൂടെയില്ലാത്തതിന്റെ വലിയൊരു ശൂന്യത അവൾ അനുഭവിച്ചു. പക്ഷെ ആ തന്റെ ഇടക്കാർക്ക് അത് പുറമേക്ക് സമ്മതിച്ചു കൊടുക്കാൻ മാത്രം ഒട്ടും തയ്യാറായിരുന്നില്ല. ആകാശ കാശിയെ കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം അവൾ വിഷമം ഉള്ളിലൊതുക്കി മുഖം തിരിച്ചു കളയും. എന്നാൽ അവരുടെ ആ വലിയ അകൽച്ച രണ്ടുപേർക്കും തങ്ങളുടെ ഉള്ളിലെ പ്രണയത്തോളം ആഴമുള്ളതാണ് മനസ്സിലാക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയായിരുന്നു. ഇരുവരും ഒരുപാട് അകലെയാണെങ്കിലും ഓരോ നിമിഷവും ആരാധ്യയുടെ മനസ്സിൽ നിറഞ്ഞെന്ന് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച ആ കാവൽക്കാരന്റെ ഓർമ്മകൾ മാത്രമായിരുന്നു. തന്നെ വിട്ടുപിരിയാത്ത ആ കാശിനാഥൻ എന്ന പേര് അവളുടെ ശ്വാസമായി മാറിക്കഴിഞ്ഞിരുന്നു. അവിടെ മുതൽ തുടങ്ങിയായിരുന്നു അവരുടെ പ്രണയം.